നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൃഷ്ണദേവരായ എന്ന ചക്രവർത്തിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വിജയനഗര സാമ്രാജ്യത്തിലൂടെ നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എംപയേഴ്സിൽ ഈ വിജയനഗര സാമ്രാജ്യവും ഉൾപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായി കൺസിഡർ ചെയ്യുന്ന ഹംപിയിലേക്കാണ്. ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിൽ നല്ലപോലെ വന്ന് പതിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഹംപി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളാണ്. ഞങ്ങളൊരു ഒക്ടോബർ മാസത്തിലായിരുന്നു ഹംപി വിസിറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളുടേത് ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് 3 മണിയോടടുത്താണ് ഹംപിയിൽ എത്തിച്ചേർന്നത്. ഹംപിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോണ്യുമെൻറ്റ്സുകളും അവയെക്കുറിച്ചുള്ള ചെറിയ ഇൻഫർമേഷനുകളും പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസുകളും മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1986 ഹംപിയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ഹംപിയെ മാനേജ് ചെയ്യുന്നത്. ഹംപിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആർക്കിയോളജിക്കൽ സൈറ്റ് തന്നെ അപ്രോക്സിമേറ്റ്ലി 25 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോണ്യുമെൻറ്റ്സ് എല്ലാം കവർ ചെയ്യാൻ തന്നെ മിനിമം 2 ദിവസമെങ്കിലും വേണ്ടിവരും. ഹംപിയുടെ ടൗൺ ഏരിയയിൽ നിന്നും കുറച്ച് അകത്തേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഹംപി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹംപിയിൽ ഇഷ്ടംപോലെ ഹോട്ടലുകളും ഹോം സ്റ്റേകളും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അവിടേക്കും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വാഹനം അത്യാവശ്യമാണ്. ഹംപിയിലെത്തി ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് വിത്താല ടെമ്പിൾ കോംപ്ലക്സ് ആയിരുന്നു. ഈ ടെമ്പിൾ കോംപ്ലക്സ് 15-ാം നൂറ്റാണ്ടിലെ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു അത്ഭുത നിർമ്മിതിയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റോൺ ചാരിയറ്റ് ആണ്. ഹംപിയുടെ ഒരു ഐക്കോണിക് മോണ്യുമെൻറ്റ് എന്ന് തന്നെ നമുക്ക് ഈ സ്റ്റോൺ ചാരിയറ്റിനെ പറയാൻ സാധിക്കും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മിലിറ്ററി പവറിനെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് ഒറീസ കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് സമാനമായി ഇവിടെ ഒരു കൽരഥം നിർമ്മിച്ചത്. വിത്താല ടെമ്പിളിലുള്ള മറ്റൊരു എൻജിനീയറിംഗ് ബ്രില്യൻസ് ആണ് 56 മ്യൂസിക്കൽ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഹോളോ ആയിട്ടുള്ള ഈ പില്ലറുകളിൽ നിന്നും ഡിഫറെൻറ്റ് മ്യൂസിക്കൽ നോട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ റോയൽ വെഡ്ഡിങ്ങുകളെല്ലാം നടത്തിയിരുന്ന കല്യാണ മണ്ഡപങ്ങളും വിത്താല ടെമ്പിളിലുണ്ട്. ഹംപിയിലെത്തുന്ന ഏതൊരു ടൂറിസ്റ്റിനെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവിടുത്തെ ആ പെർഫെക്ഷനോട് കൂടിയ കൊത്തുപണികൾ തന്നെയായിരിക്കും. വിത്താല ടെമ്പിളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലോർഡ് വിഷ്ണുവിൻ്റെ അരയിൽ കൈകുത്തി നിൽക്കുന്ന ബാലവിഗ്രഹമാണ്. ഹംപിയിൽ ഒരുപാട് നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുപോലെയുള്ള ടെമ്പിൾ കോംപ്ലക്സുകൾ നമ്മൾ നടന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഹംപിയിൽ പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ കല്ലുകൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡപങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. എത്ര ടൂറിസ്റ്റുകൾ വന്നാലും അത്രയും പേരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മണ്ഡപങ്ങളെല്ലാം ഹംപിയിലുണ്ട്. പിന്നെ ഇത്തരം മണ്ഡപങ്ങളുടെ അകത്ത് പതിച്ചിരിക്കുന്ന കല്ലുകളുടെ തണുപ്പും നല്ല കാറ്റും നമ്മൾ എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യും. വിത്താല ടെമ്പിളിലേക്ക് ഞങ്ങൾ നടന്നായിരുന്നു പോയിരുന്നത്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നത് ഇവിടെ പണ്ട് സജീവമായി വ്യാപാരം നടന്നിരുന്ന വിത്താല ബസാറാണ്. ഇവിടെ നടന്നിരുന്നത് ചില്ലറ വ്യാപാരങ്ങളൊന്നും ആയിരുന്നില്ല. വിലമതിക്കാനാവാത്ത അത്രയും വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും എല്ലാം വിൽപ്പനയാണ് ഇവിടെ നടന്നിരുന്നത് എന്നാണ് ഗൈഡ് വഴി മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വിത്താല ടെമ്പിളിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ എല്ലാം ആസ്വദിച്ച് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മടങ്ങിയത്. പിറ്റേന്ന് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് തുംഗഭദ്ര ഡാമായിരുന്നു. അതിനുശേഷം ഹംപിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് വെൽ, എലിഫൻറ്റ് സ്റ്റേബിൾ, ലോട്ടസ് മഹൽ, ക്വീൻസ് ബാത്ത്, ഹസാര രാമ ടെമ്പിൾ, പിന്നെ റോയൽ എൻക്ലോഷർ. അതിനുശേഷം ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളും ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു.
തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച തുംഗഭദ്ര ഡാമാണ് നിങ്ങളീ കാണുന്നത്. ചോള രാജവംശത്തിന് കാവേരി നദി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിജയനഗര സാമ്രാജ്യത്തിന് തുംഗഭദ്ര റിവർ. തുംഗഭദ്ര റിവർ എന്ന് പറയുന്നത് കൃഷ്ണ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. നിങ്ങളീ കാണുന്ന സ്റ്റെപ്പ് വെൽ പോലുള്ള ഒരുപാട് ജലസംഭരണികൾ ഹംപിയിലുണ്ട്. അതിലേക്കെല്ലാം വെള്ളം എത്തിക്കുന്നത് ഈ തുംഗഭദ്ര റിവറിൽ നിന്നുമാണ്. അതിനുവേണ്ടി കിലോമീറ്ററുകളോളം നീളമുള്ള അക്വാഡക്റ്റുകളും ഹംപിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ചിത്രാംഗിനി മഹൽ അല്ലെങ്കിൽ ലോട്ടസ് മഹൽ എന്നറിയപ്പെടുന്ന ഈ നിർമ്മിതി രാജ്ഞിമാരുടെ അന്തഃപുരമായിരുന്നു. അവരുടെ റിക്രിയേഷൻ വർക്കുകളെല്ലാം ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്. ഈ കാണുന്ന വലിയ മതിൽക്കെട്ടിനകത്താണ് ലോട്ടസ് മഹലും അതിനോട് ചേർന്ന് ക്വീൻസ് പാലസും നിർമ്മിച്ചിട്ടുള്ളത്. സെനാന എൻക്ലോഷർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്വീൻസ് പാലസിൻ്റെ ബേസ്മെൻറ്റ് മാത്രമാണ് ഇന്ന് അവിടെ അവശേഷിക്കുന്നുള്ളൂ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഇവിടം ഒരുപാട് കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു. വളരെ മനോഹരമായാണ് ഇവിടെയുള്ള പുൽമൈതാനങ്ങളെല്ലാം സംരക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളീ കാണുന്നതാണ് എലിഫന്റ് സ്റ്റേബിൾ. രാജകീയ ആനകളെ പരിപാലിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഒരേ സമയം 2 ആനകളെ വരെ നിർത്താൻ സാധിക്കുന്ന 11 അറകളുള്ള ഒരു നിർമ്മിതിയാണ് എലിഫന്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മറ്റൊരു നിർമ്മിതിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഹസാര രാമ ടെമ്പിൾ. രാമായണ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ഇവിടുത്തെ ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്നത്. പകല് മൊത്തം നടന്നുണ്ടായ ക്ഷീണമെല്ലാം രാത്രി ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മാറിക്കിട്ടി. ഹംപിയിലെ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് തുടങ്ങിയതോടുകൂടി ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, സുവനീർ ഷോപ്പുകൾ, അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് എല്ലാം കൊണ്ടും വളരെ വൈബ്രൻ്റ് ആണ് ഇപ്പോൾ ഹംപി. പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മാംഗോ ട്രീ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ കയറിയത്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലൂറസെൻ്റ് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഡിം ലൈറ്റും നല്ല കാം മ്യൂസിക്കും മൊത്തത്തിൽ നല്ല റിലാക്സിങ് ആയിരുന്നു. അതുമാത്രമല്ല, ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ഇത്തരം ഫ്ലൂറസെൻ്റ് പെയിൻറ്റിങ്സ് എല്ലാം നേരിട്ട് കാണുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയപ്പോൾ ഞങ്ങൾ ഹംപിയുടെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകളിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വിരൂപാക്ഷ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിരുന്നു പോയിരുന്നത്. ഹംപിയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാത്തതും അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള പൂജകളെല്ലാം നടന്നു വരുന്ന ഒരേ ഒരു ടെമ്പിളാണ് ഈ വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന ഈ ഗോപുരത്തെയും അതിനെ ചുറ്റി പറക്കുന്ന ഒരു കൂട്ടം പ്രാവുകളെയും നോക്കിയിരിക്കാൻ തന്നെ വളരെ റിലാക്സിംഗ് ആയി തോന്നി. ഇതാണ് ഹംപിയുടെ സ്വന്തം ലക്ഷ്മി എന്ന ആന. വിശ്വാസികളെയെല്ലാം അനുഗ്രഹിക്കലാണ് അവളുടെ ജോലി. വിശ്വാസികൾ ദൈവികമായി കരുതുന്നത് കൊണ്ടും വളരെ ശാന്ത സ്വഭാവക്കാരി ആയതുകൊണ്ടും തന്നെ അവളെ ചങ്ങലക്കിടുന്നില്ല. പക്ഷേ വന്യജീവികളെ അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കുന്നതാണ് നല്ലത്. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് തുംഗഭദ്ര നദിയിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകളുണ്ട്. ക്ഷേത്രഗോപുരം തലകീഴായി കാണുന്ന വാസ്തുവിദ്യയുടെ പിൻഹോൾ ക്യാമറ ഇഫക്റ്റ് നമുക്ക് ക്ഷേത്രത്തിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ വിരൂപാക്ഷ ക്ഷേത്രവും കണ്ട് ഞങ്ങൾ ഇന്ന് ഹംപിയോട് യാത്ര പറയുകയാണ്. ഹംപിയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതല്ല. എല്ലാ ഏജ് ഗ്രൂപ്പുകളിൽ പെട്ട ആളുകൾക്കും കാണാനും കേൾക്കാനും ആസ്വദിക്കാനുമായിട്ട് ഒരുപാടുണ്ട് ഹംപിയിൽ. അവിടെ കണ്ട ടൂറിസ്റ്റുകളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഫാമിലിയാണ്. അച്ഛനും അമ്മയും 7 മക്കളും, പോരാത്തതിന് അമ്മ ഗർഭിണിയും കൂടെ ആയിരുന്നു. ഇത്രയും റിസ്ക് എടുത്ത് എത്രയോ ദൂരം യാത്ര ചെയ്ത് ഈ ഫോറിൻ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ അത്ര മോശമൊന്നും ആയിരിക്കില്ലല്ലോ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹംപി എന്ന് പറയുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.